ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് മുംബൈയോട് തോറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് സെമി കാണാതെ പുറത്തായി. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 40 മിനിറ്റോളം വളരെ നല്ലൊരു കളിയായിരുന്നു കേരളം കാഴ്ചവെച്ചത്. അതിനുശേഷം സന്ദീപ് സിംഗിന് റെഡ് കാർഡ് കിട്ടുകയുണ്ടായി. അനാവശ്യമായ റെഡ് കാർഡ് തന്നെയാണ് സന്ദീപ് വാങ്ങിക്കൂട്ടിയത്. വീണതിന് ശേഷം ഓടിപ്പിടിക്കാൻ വേണ്ടി പ്ലെയറെ പിടിച്ച് വലിച്ച് താഴെയിടുകയായിരുന്നു. ഓൾറെഡി ഒരു മഞ്ഞക്കാർഡിലായിരുന്നു സന്ദീപ്. പിന്നെയും അനാവശ്യമായൊരു ഫൗളിന് പോകേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കേരളം പലപ്പോഴും 3 man ഡിഫൻസിലായിരുന്നു കളിച്ചിരുന്നത്. സന്ദീപിനെ ഓൺലി ക്രോസിങ്ങിന് മാത്രം കാറ്റാരെ ഏൽപ്പിച്ചിരുന്നുവെന്നാണ് കളിശൈലി കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കളി തോറ്റെങ്കിലും കേരളത്തിനായി ലൂണയും സഹീഫും നല്ല പെർഫോമൻസാണ് നടത്തിയത്. സഹീഫും ലൂണയും ഡിഫെൻസീവ്ലി നല്ല ഒരു പെർഫോമൻസ് നടത്തിയൊരു മാച്ചായിരുന്നു ഇത്. അവസാന മിനിറ്റിലെ ഫ്രെഡിയുടെ ഒരു അശ്രദ്ധ കൊണ്ട് കിട്ടിയ ഒരു സെൽഫ് ഗോളിലാണ് കേരളം തോറ്റത്. സന്ദീപ് അനാവശ്യമായ റെഡ് കാർഡ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ കേരളം വിജയിക്കുമെന്ന് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.